നിലവിൽ എൻ്റെ ഡിവൈസ് iOS 26 റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ബഗ്സും ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂസും കാരണം ഞാനിപ്പോൾ അത് ഡൗൺഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡൗൺഗ്രേഡ് ചെയ്യാൻ നമുക്കൊരു വിൻഡോസ് ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ PC-യുടെയോ മാക്ബുക്കിൻ്റെയോ ഒക്കെ സഹായം വേണം. അതായത് ഡൗൺഗ്രേഡ് ചെയ്ത് നമുക്ക് iOS 18.5 ആയ നോർമൽ അപ്ഡേറ്റിലോട്ട് പോകാൻ. അപ്പോൾ നിങ്ങളുടെ ഫയൽസ് എല്ലാം പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു iCloud ബാക്കപ്പോ അല്ലെങ്കിൽ PC-യിലാണെങ്കിൽ PC-യിൽ ബാക്കപ്പൊക്കെ എടുത്തതിന് ശേഷം മാത്രം റീസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ പുതുതായിട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി വരുന്നത് പോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റാസ് എല്ലാം പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഫാസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫറിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേബിൾ വേണം. ഇതുപോലത്തെ ഒരു കേബിൾ വേണം. ഇത് ഞാൻ ആംബ്രൈൻ്റെ 15 ആംപിയർ സപ്പോർട്ട് വരുന്ന ഒരു കേബിളാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലത്തെ ഒരു കേബിളും ഇതുപോലൊരു വിൻഡോസ് ലാപ്ടോപ്പോ മാക്ബുക്കോ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഐറ്റ്യൂൺസ് വെച്ചാണ് നമ്മൾ കൂടുതൽ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഐറ്റ്യൂൺസിൻ്റെ ആവശ്യമില്ല. ഐറ്റ്യൂൺസിൽ ഇപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താലോ അങ്ങനെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻഫർമേഷൻ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ PC എടുത്തിട്ട് ഈ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ കയറിയിട്ട് ആപ്പിൾ ഡിവൈസസ് എന്ന് സെർച്ച് ചെയ്യുക. ആപ്പിൾ ഡിവൈസസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പ് ഉണ്ട്. നിലവിൽ ഇപ്പോൾ വിൻഡോസിൽ ഇത് പുതിയൊരു ആപ്പാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഐറ്റ്യൂൺസ് വഴി നമ്മൾ സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നത് ഈ ആപ്പിൾ ഡിവൈസ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറാണ്. ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ മൈക്രോസോഫ്റ്റ് സ്റ്റോർ വഴി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയാണ് ഒരു ഇൻ്റർഫേസ് വരുന്നത്. അതായത് നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 3.0 പോർട്ടിൽ വേണം നിങ്ങളുടെ ആ ടൈപ്പ് എ പാർട്ട് കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ടൈപ്പ് സി പാർട്ട് ഇതുപോലെ ഐഫോണിൻ്റെ ടൈപ്പ് സിയിൽ കണക്ട് ചെയ്യണം. ഇപ്പോഴും ഓർക്കുക, നമ്മൾ റീസ്റ്റോർ പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും 3.0 പോർട്ടിൽ USB ഭാഗം കണക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് ഫോണൊന്ന് അൺലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഡിവൈസ് കണക്റ്റ് ആവുന്നതാണ്. കണക്റ്റായി വന്നതുണ്ടോ? നമ്മുടെ ഐറ്റ്യൂൺസ് പോലെ തന്നെയാണ്, വേറൊരു വ്യത്യാസമില്ല. ഫോൺ അൺലോക്ക് ചെയ്ത് ഫസ്റ്റായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കേണ്ടി വരും. ട്രസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ഐഫോണിൻ്റെ പാസ്വേഡ് കൊടുക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങളിപ്പോൾ കണക്റ്റായി ഇപ്പോൾ ഇത് നോർമലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഐറ്റ്യൂൺസ് പോലെ ഇത് കണക്റ്റായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ സെക്ഷൻസ് കാണാം. ഇതിൽ ചെക്ക് ഫോർ അപ്ഡേറ്റ് കൊടുത്ത് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം. ഇനി തൊട്ട് നിങ്ങൾക്ക് ഐഫോണിൽ, അതായത് ഐറ്റ്യൂൺസ് വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ആപ്പിൾ ഡിവൈസ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ വഴി ചെയ്യാം. അത് ആപ്പിൾ കൊണ്ടുവന്നൊരു പുതിയൊരു സോഫ്റ്റ്വെയർ ആണ്. ഇത് വെച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഐറ്റ്യൂൺസ് അത് പ്രത്യേക ഐറ്റ്യൂൺസ് സ്റ്റോർ എന്നും പറഞ്ഞൊരു മ്യൂസിക് സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നിലവിൽ അതൊന്നും സപ്പോർട്ട് ആവില്ല. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്, ഡൗൺഗ്രേഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡൗൺഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഡൗൺഗ്രേഡ് ചെയ്യേണ്ട OS നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ OS ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ IPSW.me എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ പോയി വേണം നമ്മളെപ്പോഴും നമ്മുടെ OS നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടത്. ഫസ്റ്റ് കാണുന്ന ഈ വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിൽ പോയിട്ട് ഇവിടെ iPhone ആണോ iPad ആണോ എല്ലാം വന്ന് കിടക്കും. ഇതിൽ iPhone സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്ത് വിടുക. iPhone സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഡിവൈസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ എൻ്റെ ഡിവൈസ് iPhone 15 Pro Max ആണ്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് ഇതിൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഡിവൈസ് തന്നെ സെലക്ട് ചെയ്യണേ. ഇപ്പോൾ ഞാൻ എൻ്റെ iPhone 15 Pro Max ആണ്. 15 Pro Maxൻ്റെ ലാസ്റ്റ് വന്നിട്ടുള്ള സൈൻഡ് ഇത് റീസ്റ്റോർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇതാണ് 18.5 22F76 എന്ന് പറയുന്ന വെർഷനുള്ള ഇതാണ് നമ്മുടെ ഡൗൺഗ്രേഡ് ചെയ്യേണ്ട OS. ഈ ടിക്ക് വന്നിരിക്കണം മാത്രം ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് അടുത്ത പേജ് വരുമ്പോൾ ഈ ഡൗൺലോഡിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്രോമിൽ ഇത് ഡൗൺലോഡ് ആവണം. അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഡൗൺലോഡ് ആവും. നല്ല വൈഫൈ ഒക്കെ ആണെങ്കിൽ ഒരു 10 MB/s പെട്ടെന്ന് ഡൗൺലോഡായി വരുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഡൗൺലോഡ്സിലായിരിക്കും വന്ന് കിടക്കുന്നത്. അത് നിങ്ങൾ നോക്കി വെച്ചേക്കുക എവിടെയാണ് വന്ന് കിടക്കുന്നതെന്ന്. അപ്പം ഡൗൺലോഡ്സിലായിരിക്കും മിക്കത് വന്ന് കിടക്കുന്നത്. ഇതാണ്ട് കിടക്കുന്നുണ്ട് എൻ്റെത്. കിടക്കുന്നു. ഇതാണ് എൻ്റെ OS. ഇതവിടെ കിടക്കട്ടെ. ജസ്റ്റ് ആ ആപ്പിൾ ഡിവൈസസിൽ കയറുക. ഇനി നമ്മുടെ ഫോൺ റീസ്റ്റോർ ചെയ്യാനാണ് പോകുന്നത്. റീസ്റ്റോർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഷിഫ്റ്റിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ റീസ്റ്റോർ ഐഫോണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് കയറി വരും. ഇത് നമ്മൾ OS നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന OS ഡൗൺലോഡ് ചെയ്യുന്ന സെലക്ട് ചെയ്ത്
ഡൗൺലോഡ് സെലക്ട് ചെയ്തിട്ട് OS ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യുക 18.5 ആണെന്നോ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ എഴുതി കാണിക്കുന്നുണ്ട്, യുവർ കമ്പ്യൂട്ടർ വിൽ എറേസ് ആൻഡ് റീസ്റ്റോർ യുവർ ഐഫോൺ ടു 18.5 ആൻഡ് വെരിഫൈ ദ റീസ്റ്റോർ വിത്ത് ആപ്പിൾ എന്ന്. അത് ആപ്പിളിൻ്റെ സൈറ്റ് വഴി വെരിഫൈ ചെയ്യുന്നതാണ്. ജസ്റ്റ് വേറെ ഒന്നും ചെയ്യുക, റീസ്റ്റോർ കൊടുക്കുക. അപ്പോൾ എന്താ ഇവിടെ ഒരു ബാർ വരുന്നുണ്ടോ, എക്സ്ട്രാക്ടിങ് സോഫ്റ്റ്വെയർ എന്നും പറഞ്ഞ്. ഇത് കംപ്ലീറ്റ് ആയി, സോഫ്റ്റ്വെയർ വെരിഫൈ ആയി, നോർമലായിട്ട് ഫോൺ കുറച്ച് റീസ്റ്റാർട്ടൊക്കെ ആവും. ഇവിടെ ഇരുന്ന് റീസ്റ്റാർട്ട് ആവും. മറ്റേ റിക്കവറി മോഡ്, മറ്റേ ലാപ്ടോപ്പിൻ്റെ ഐക്കണൊക്കെ വരും. നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഇനി നിങ്ങൾ ലാപ്ടോപ്പ് പവറിൽ കണക്ട് ചെയ്തിട്ടേക്കുക. ഫോണും കണക്ഷൻ ഒന്നും വിടാൻ പാടില്ല. വിട്ടാൽ എല്ലാം പോവും. ഇത് ഐഫോൺ ബഗ്ഗായി പോവും. അതുകൊണ്ട് ഒന്നും ചെയ്യാതെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇത് എന്നെ പ്രോസസ്സ് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് ഒരു പുതിയ ഫോണായിട്ട് നമുക്ക് തരും. അപ്പോൾ നമ്മൾ പുതിയ ഫോണായിട്ട് സെറ്റപ്പ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. ഇപ്പം എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം ഐക്ലൗഡിൽ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഡാറ്റാസും ചാറ്റ്സും ഒന്നും പോകില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ആപ്പിൾ ID സൈൻ ചെയ്ത് ഐക്ലൗഡ് ഒന്ന് ഓണാക്കുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രോസസ്സ്. നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യുന്ന പ്രോസസ്സ് കാണാം. അപ്പോൾ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ മറക്കല്ല. ആപ്പിൾ ഡിവൈസസ് എന്നും പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്യുക. iTunes അല്ല, ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ ആപ്പ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് റിക്കവറി മോഡലും എല്ലാം ഹാങ് ആയി പോകുന്നതിന് നിങ്ങൾ പേടിക്കണ്ട. ഏതെങ്കിലും കൂട്ടുകാരൻ്റെ iPhone 15 വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ iPhone 15 ഈ ഫോണിൻ്റെ ഈ റിക്കവറി മെത്തേഡിൽ സ്റ്റക്കായി പോകുന്ന ഫോണിൻ്റെ അടുത്തുകൊണ്ട് വെച്ചാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോണ് റിക്കവറി മോഡിൽ നിന്ന് മാറി വന്നോളും. കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വന്ന് അതൊക്കെ കൊടുത്ത് റീസ്റ്റാർട്ട് ഡിവൈസ് കൊടുത്താൽ റിക്കവറി മോഡിൽ നിന്ന് മാറുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വേണം ഡൗൺഗ്രേഡ് ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തന്നേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.